സെക്രട്ടേറിയറ്റിലെ 2 ഉദ്യോഗസ്ഥരെ മിൽമയിൽ ഡെപ്യൂട്ടേഷൻ നിയമനത്തിനെ ചൊല്ലി മിൽമയും സർക്കാരും തമ്മിൽ തർക്കം. ഡെപ്യൂട്ടേഷൻ നിയമനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാരിന് മിൽമ കത്തയച്ചു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് നിയമനം നടത്തിയതെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ മറുപടി. തർക്കത്തെ തുടർന്ന് നിയമനം ലഭിച്ചവർക്ക് മിൽമയിൽ ചുമതലയേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. 24 ബിഗ് ബ്രേക്കിംഗ് ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങൾ നൽകും. പറയൂ ശ്രീജിത്ത്. SKN മിൽമയിൽ സെക്രട്ടേറിയറ്റിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സർക്കാരും മിൽമയും തമ്മിൽ ശക്തമായ പോര് തുടരുന്നത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് മിൽമയിൽ സീനിയർ മാനേജർ HR വിഭാഗത്തിൻ്റെ സീനിയർ മാനേജറായി S. രഘുവരനെയും മാനേജർ തസ്തികയിലേക്ക് ജൻഷർ BAയും നിയമിച്ചത്. എന്നാൽ ഈ നിയമനം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ അപേക്ഷിച്ചിട്ടോ അല്ല എന്നാണ് മിൽമയുടെ വാദം. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ അല്ല ഈ നിയമനം നടന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചുമതലയേൽക്കാൻ അനുവദിക്കുന്നതിന് ഭരണസമിതിയുടെ അംഗീകാരം വേണമെന്നാവശ്യപ്പെട്ട് മിൽമ മാനേജിംഗ് ഡയറക്ടർ 11 തന്നെ സർക്കാരിന് കത്തെഴുതി. എന്നാൽ ഇതിന് മറുപടിയായിട്ടുള്ള കത്ത് ഇന്നലെ പൊതുഭരണ സെക്രട്ടറി K. ബിജു IAS മിൽമയ്ക്ക് നൽകി. ഈ കത്തിൽ പറയുന്നത് ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തിയതെന്നും ഇത് മുഖ്യമന്ത്രി കൂടെ അംഗീകാരത്തോടു കൂടിയാണ് നിയമനം നടക്കുന്നതെന്നുമാണ് വാദം. ഈ ചുമതലയേൽക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത സ്ഥിതി ഗുരുതരമാണ്. അതുകൊണ്ട് അടിയന്തരമായി അവരെ ചുമതലയേൽക്കാൻ അനുവദിക്കണമെന്ന്, അങ്ങനെ ചുമതലയേൽക്കാൻ അനുവദിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ആവശ്യം. എന്തായാലും മിൽമ ഭരണസമിതി ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിതരായ 2 ഉദ്യോഗസ്ഥരും ചുമതലയേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനിടെ സർക്കാരും മിൽമയും തമ്മിലുള്ള പോരെ തുടരുകയുമാണ്. താങ്ക് യു ശ്രീജിത്ത്.